ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ അറവങ്കര എന്ന സ്ഥലത്തു നിന്നും മിനിയൂട്ടിയിലേക്കുള്ള റൂട്ടിന് MET ക്യാമ്പസിലേക്കുള്ള റൂട്ടിലേക്ക് തിരിയുന്ന അതേ സ്ഥലത്താണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. അതായത് മാപ്ടെക് എന്ന കമ്പനിയുടെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളൊരു ചെറിയൊരു ഫാം കാണാൻ വന്നതാട്ടോ. കുറേ നാടൻ കോഴികളും കുറേ നാടൻ പശുക്കളും അതുപോലെ പശുക്കുട്ടികളൊക്കെ ആയിട്ട് ഉള്ളൊരു ചെറിയൊരു ഫാമാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. ഈ ഫാമിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ മീൻപിടുത്തമാണ് കേട്ടോ. വലിയൊരു കോറിയാണ്, 2 കോറികളായിട്ടാണ് വെള്ളം കെട്ടി നിർത്തിയിട്ട് ഇതിൽ മീൻ വളർത്താണ്. ഇവിടെ നല്ല ഐറ്റം മീനുകൾ കുറേ ഉണ്ട്. ഇത് ലൈവായിട്ട് ഇവിടുന്ന് ചൂണ്ടയിട്ട് പിടിക്കാം. ചൂണ്ട കൊണ്ടുവരുന്നവർക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇവർ ഇവിടുന്ന് തന്നെ ചൂണ്ട നമുക്ക് തരും. അങ്ങനെ ഈ ചൂണ്ട ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ലൈവായിട്ട് മീൻ പിടിക്കാം. കിലോക്ക് 150 രൂപ ഇവർക്ക് കൊടുത്താൽ മതി. എത്ര മീൻ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പിടിക്കാം. പിന്നെ പാർട്ടി ആവശ്യങ്ങൾക്കുള്ള മീനുകളും ഇവിടുന്ന് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. കല്യാണ ആവശ്യങ്ങൾക്ക്, അതുപോലെ സൽക്കാരം, അതുപോലുള്ള പാർട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ ഓർഡർ ചെയ്താൽ ഇവർ തന്നെ പിടിച്ച് തരുന്നതാണ്. പിന്നെ ഈ കോറിയിലുള്ള മീനുകൾ മൊത്തമായിട്ടും ഇവർ വിൽക്കപ്പെടുന്നതാണ്. ഏതായാലും ഇവരുടെ ഈ ഫാമിൻ്റെ നമ്പർ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഈ ഫിഷ് ഫാമിൽ നിന്നും പിടിക്കുന്ന മീനുകൾ, ചൂണ്ടയിട്ട് പിടിക്കുന്ന മീനുകൾ അവർ തന്നെ കൊണ്ടുപോകേണ്ടതാണ്. അത് നിർബന്ധമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ആ സംഭവം. കണ്ടോ, ചൂണ്ടയിലാണ് ഈ പിടിക്കുന്നത്. ഇത് കണ്ടോ, നട്ടറാണിത്. 1 കിലോ 1.5 കിലോ വെയിറ്റ് ഉണ്ടാവും. നല്ല മീനുകളാണ്. നല്ല പവറുള്ള മീനാട്ടോ. കണ്ടോ, മണ്ണിലേക്ക് ചാടി. ധാരാളം ആളുകൾ ഈ ഫാമിൽ ചൂണ്ടയിടാൻ വരുന്നുണ്ട്. അതുപോലെ ഫാമിലികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ധാരാളം പേർ ഇവിടെ വരുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്.
നമുക്ക് അറിയാത്തവർക്കൊക്കെ മീൻ പിടിച്ച പഠിക്കാല്ലേ. അതെ, ഏകദേശം ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും ഈ കോറിയിലുള്ള വെള്ളമെല്ലാം വറ്റിച്ചിട്ട് ഇവർ മൊത്തമായി മീൻ പിടിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്കും മീൻ ധാരാളമായി വാങ്ങിക്കൊണ്ടുപോകാവുന്നതാണ്. ഇതാണ് മീൻ കൊടുത്താൽ. ഇപ്പോൾ കിട്ടിയതൊക്കെ നട്ടറാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഇനിയും പല ഐറ്റം മീനുകളുണ്ട് കേട്ടോ. കട്ടില, തിലോപ്പി, അതുപോലെ ഒരുപാട് ഐറ്റം 9 ഐറ്റം മീനുകളുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഏത് ചൂണ്ടയിടാൻ അറിയാത്തവർക്കും ഇവിടെ വന്നാൽ ചൂണ്ടയിട്ട് പഠിക്കാവുന്നതാണ്. ഐസിലിടാത്ത, അമോണിയം ചേർക്കാത്ത നല്ല ഫ്രഷ് മീൻ ഇവിടെ വന്നാൽ ചൂണ്ടയിട്ട് പിടിച്ച് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഇതാണ് മീൻ കേട്ടോ. ഇതിൻ്റെ പേരെന്താ പറഞ്ഞത്? നെട്ടർ. അപ്പോൾ ഇതിപ്പം പിന്നെ ലൈവായിട്ട് നമുക്ക് ഇവിടെ പിടിക്കാം അല്ലേ? ചൂണ്ടലും കാര്യങ്ങളൊക്കെ നിങ്ങൾ തരും. നമുക്ക് അവർക്ക് ചൂണ്ടലെല്ലാം അവർ കൊണ്ടുവരാണെങ്കിൽ കൊണ്ടുവരും ചെയ്യാം. ഇവിടുന്നാണെങ്കിൽ ചൂണ്ടൽ ഇവിടുന്ന് കൊടുക്കും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്? ഇപ്പോൾ കിലോക്ക് 150 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. കിലോക്ക് 150 വെച്ചിട്ട് അല്ലേ? ആ, അപ്പോൾ പിന്നെ ഏതെല്ലാം എത്ര ഐറ്റം മീനുണ്ട് ഇതിൽ? ഇതുപോലെ 8-9 ഐറ്റം മീനുകളുണ്ട്. അതിലിപ്പോൾ പിന്നെ വില പിടിപ്പുള്ള വേറെ ഏതോ 2 മീനുണ്ട് എന്ന് പറഞ്ഞല്ലോ അല്ലേ? എന്താണ്? കാർപ്പുണ്ട്. കാർപ്പ്. പിന്നെ അത് ആ റേറ്റിന് കൊടുക്കൂല? ഇല്ല, അത് അത് ഒഴിവാണ്. ആ, അല്ലാത്ത മീനുകളായതും നമ്മൾ കിലോ 150 ഉറുപ്പിക വെച്ചിട്ട് 150 ഉറുപ്പിക വെച്ചിട്ട് കൊടുക്കാം അല്ലേ? ആ, പിന്നെ മൊത്തമായിട്ടാണ് അങ്ങനെയും കൊടുക്കുക. മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെ ഓർഡറുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇങ്ങനെ ചൂണ്ടിട്ട് പിടിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലേ? ഓക്കെ. ആ, പിടിച്ച മീൻ അവർ കൊണ്ടുപോകും വേണം അല്ലേ? ഓക്കെ. ഇതുണ്ടല്ലോ, ഇതാണ് വേണ്ട. നല്ല അടിപൊളി മീനാണ്. നല്ല ഒരു കിലോ അല്ലേ? 1 കിലോനൊക്കെ ഉണ്ടാവും അല്ലേ? 1.5 കിലോനൊക്കെ ഉണ്ടാവും അല്ലേ? ആ, നല്ല പൊരിക്കാനൊക്കെ പറ്റിയ മീനാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് പിടിക്കാവുന്നതാണ്. ഇവരെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ. ഇതെന്താണ് സംഭവമെന്ന് മനസ്സിലായോ? ഇവിടുത്തെ പശുത്തൊഴുത്തിൽ നിന്നും കിട്ടുന്ന ചാണകം ഈ ഷെഡിൽ കൊണ്ടുവന്നിടുക. പച്ച ചാണകമാണ്. എന്നിട്ട് ഈ കോഴികളെല്ലാം ഇതിൽ ചിക്കിപ്പെറുക്കി ഈ ചാണകം എല്ലാം പരത്തിയിട്ടിട്ട് ഇത് ഉണക്കി കൊടുക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നാൽ കോഴികൾക്കാണെങ്കിലോ വേറെ തീറ്റയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്കുള്ള തീറ്റ ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. ഈ സ്ഥലം കരിങ്കോഴി എത്ര ഉണ്ട് ഇതില്? ആ, അത് ശരി. ഇതെല്ലാം നാടൻ കോഴികളാണ് കേട്ടോ. ആടുണ്ടോ? എന്താ അങ്ങനെ പോകാൻ കാരണം? എന്ന് വെച്ചാൽ
നമുക്ക് ഇവിടെ വളരുന്നില്ല. കോഴികൾക്ക് മുട്ടയിടാൻ വേണ്ടി ഇവർ ഇവിടെ ഓരോ ബോക്സ് വെച്ചിട്ടുണ്ട്. ഈ ബോക്സിൽ മുട്ടയാകുമ്പോൾ ഇവർ ഇതിൽ നിന്നും കളക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് കണ്ട ഈ ബോക്സിൽ അടയിരിക്കുകയാണ്. അത് കണ്ടോ, അടിപൊളി. ഒരു കോഴിക്കുഞ്ഞ് മുട്ടയുടെ ഉള്ളിൽ നിന്നും വരുന്നൊരു രംഗമാണിപ്പോൾ. ഇവിടെ ധാരാളം ആടുകളും ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ ഓണറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത് നടക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ കുറേ പശുക്കളും പശുക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. സൈഡിലെ തീറ്റ അല്ലേ? എന്താ സാധനം, പല്ലറ്റോ? ഇതൊക്കെ ഏതാ പശു? ഏതാണ്? എച്ചപ്പിന്റെ ക്രോസ്. അത് ശരി. ഇത് പാലൊക്കെ എത്ര ഇട്ടു ഇതിന്? കറവയുള്ള നല്ല ഇനം പശുക്കളാണ് കേട്ടോ. അത് ശരി. അത് ശരി. ഇത് പശുക്കൾക്ക് കൊടുക്കുന്ന പുല്ല് കട്ട് ചെയ്ത് ചെറുതാക്കുന്ന മെഷീനാണ് കേട്ടോ. ഇതിൻ്റെ പ്രവർത്തനം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ മെഷീനിൽ
പുല്ല് കട്ട് ചെയ്യുന്ന ബ്ലേഡാണ് കേട്ടോ ഈ കാണുന്നത്. ആ കാണുന്ന വലിയ മലയാണ് മിനിയൂട്ടി. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് മിനിയൂട്ടിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കുക. ചാട്ടെ. അയ്യോ അത് ശരി. അതിനെ പിടിച്ച് പാഞ്ഞാലേ ഒരു മീൻ കിട്ടൂല. ഇത് പശുക്കൾക്കുള്ള തീറ്റപ്പുല്ല് കൃഷിയാണ് കേട്ടോ. ഈ ഫാമിൻ്റെ നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഫാമിൻ്റെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.